കാലവർഷം കടന്നതോടെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ആശങ്കയും കനത്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച തകർച്ചയിലായ ലയങ്ങളിലാണ് തൊഴിലാളികൾ താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത വലിച്ചു കെട്ടിയാണ് താമസം. ഏതു നിമിഷവും ലയങ്ങൾ തകർന്നു വീണ ജീവൻ തന്നെ നഷ്ടമാവുന്ന അവസ്ഥയിലാണ് തൊഴിലാളികൾ. വീരുമേറ്റ് ടീ കമ്പനിയുടെ തീന്തല ലോണ്ടറി, MMJ പ്ലാന്റേഷന്റെ ബോണാമി കോട്ടമല എസ്റ്റേറ്റുകളാണ് 26 വർഷമായി പൂട്ടിക്കിടക്കുന്നത്. ഇവിടുത്തെ ലയങ്ങളാണ് ഏതു ദിവസവും തകർന്നു വീഴാവുന്ന നിലയിലുള്ളത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ചില ലയങ്ങൾ ഇതിനോടൊപ്പം തകർന്നു വീഴുകയും നിരവധി തൊഴിലാളികൾക്കും ആശ്രിതർക്കും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനി സംഭവിക്കാതിരിക്കുന്നത്. ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. എസ്റ്റേറ്റ് പണിയുമില്ല, ഞങ്ങൾ പുറത്തു പോയാൽ പണിയുന്നു. പക്ഷെ വീടും വരെയും നന്നാക്കി തരാമെന്ന് ഗവൺമെൻറ്റുകാർ വരുന്നുണ്ട്, വീടും വരെയും നോക്കുന്നുണ്ട്. അവർ പോവുക, വന്ന് പോവുക. പിന്നെ ആരും നടപടി ഉണ്ടാകുന്നില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ പണിക്ക് പോവുക, ഞങ്ങൾ വന്ന് ഉള്ള കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിച്ചേച്ച് പിള്ളേരെയും നോക്കി ഞങ്ങൾ ഇരിക്കുക. മഴ പെയ്താണെങ്കിൽ വീടും വരെയല്ല നനഞ്ഞ് മേൽക്കൂറയെല്ലാം പോയി ഒട്ടും മോശമായിട്ട് കിടക്കുന്നു. സംസ്ഥാനത്തെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ 2 ബജറ്റുകളിലായി മുൻ സർക്കാർ 20 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ 10 കോടിക്ക് ഭരണ അനുമതി ലഭിച്ചു. എന്നാൽ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സബ്സിഡി നൽകിയെങ്കിലും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ 1 രൂപ പോലും ചിലവഴിച്ചില്ല. ഇടുക്കി വിഷൻ വാർത്തയും തൊഴിലാളി സംഘടനയുടെ ആവശ്യവും മുൻനിർത്തി മത്സ്യാവകാശ കമ്മീഷൻ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അടിയന്തരമായി ലയങ്ങൾ നവീകരിക്കാൻ കഴിഞ്ഞ വർഷം 33.7 ലക്ഷം രൂപ അനുവദിച്ചു. എന്നാൽ ധനവകുപ്പ് അംഗീകാരം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും തൊഴിൽ വകുപ്പും പ്ലാന്റേഷൻ ഡയറക്ടറേറ്റും നടപടി സ്വീകരിച്ചില്ല. ഉത്തരവിറക്കിയ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് പോലും തുടർ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. വെള്ളം പുറത്തു പോകത്തില്ല, മൊത്തം അടുക്കളക്കകത്താണ് വീഴുന്നത്. മുറി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും, പേടിച്ചിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. ഏത് നിമിഷവും പൊട്ടിപ്പൊടിഞ്ഞ് തലമുട മണ്ടയിലേക്ക് പെയ്ത മൊത്തം ചോരുവാ, ഞങ്ങൾക്ക് കിടക്കാനേ പേടിയാ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. നമ്മൾ ആരോട് പറയുന്നവരൊന്ന് നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നു. ഒരാഴ്ച മുമ്പും ലോണ്ടറി 23 ഡിവിഷനിൽ ലയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു. ഇതിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ ഇപ്പോഴും അതിനുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. കാലവർഷം കനക്കുമ്പോൾ റവന്യൂ വകുപ്പ് തൊഴിലാളികളെ സ്കൂൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാറുണ്ട്. എന്നാൽ മേൽക്കൂര തകർന്നു വീണ് നാശം സംഭവിച്ചവർക്ക് ഒരു നഷ്ടപരിഹാരവും ഇതുവരെ നൽകിയിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ലയങ്ങൾ നവീകരിക്കുന്നതടക്കം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയും തൊഴിലാളികൾക്കുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, സുഭദ്ര.